അമേരിക്കയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ വീശിയടിച്ച അതിശക്തമായ ശൈത്യതരംഗത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 10,000-ലധികം വിമാനങ്ങളാണ് വിവിധ വിമാന കമ്പനികൾ റദ്ദാക്കിയത്. റോഡുകളിൽ മഞ്ഞ് കുന്നുകൂടിയതോടെ ഗതാഗതം അസാധ്യമായിരിക്കുകയാണ്. ന്യൂയോർക്ക്, ബോസ്റ്റൺ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിൽ വിദ്യാലയങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും അടച്ചിട്ടു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഫ്ലൈറ്റ് അവെയർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ചയ്ക്കും ചൊവ്വാഴ്ചയ്ക്കുമിടയിൽ 10,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു. തിങ്കളാഴ്ച മാത്രം 5,000-ലധികം സർവീസുകൾ മുടങ്ങി. ന്യൂയോർക്കിലെ JFK, ലാഗോഡിയ, ബോസ്റ്റൺ ലോഗൻ, നെവാർക്ക് ലിബർട്ടി എന്നീ പ്രധാന വിമാനത്താവളങ്ങളെയാണ് കൊടുങ്കാറ്റ് ഏറ്റവും മോശമായി ബാധിച്ചത്. വിമാന സർവീസുകൾക്ക് പുറമെ ബസ്, ട്രെയിൻ സർവീസുകളും പല സംസ്ഥാനങ്ങളിലും നിർത്തിവച്ചിരിക്കുകയാണ്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അധികൃതർ പലയിടങ്ങളിലും കർശനമായ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മന്ദാനി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂയോർക്ക് സ്റ്റേറ്റ്, ന്യൂജേഴ്സി, റോഡ് ഐലൻഡ് എന്നിവിടങ്ങളിലും സമാനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ മാത്രം തിങ്കളാഴ്ച രാവിലെ വരെ 15 ഇഞ്ച് മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തി. ന്യൂജേഴ്സിയിലെ ചില ഭാഗങ്ങളിൽ ഇത് 2 അടിയോളം ഉയർന്നു. മണിക്കൂറിൽ 40 മുതൽ 60 മൈൽ വരെ വേഗതയിൽ വീശുന്ന കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയും കാഴ്ചപരിധി കുറയ്ക്കുന്നതിനാൽ ഡ്രൈവിംഗ് അസാധ്യമായിരിക്കുകയാണ്. വടക്കുകിഴക്കൻ തീരപ്രദേശങ്ങളിൽ ബ്ലിസാർഡ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. I-95 കോറിഡോറിലെ പല റോഡുകളിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. ശൈത്യതരംഗത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 5 ലക്ഷത്തിലധികം വീടുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചു. മസാച്യൂസെറ്റ്സ്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കനത്ത മഞ്ഞും കാറ്റും തടസ്സമാകുന്നു. മസാച്യൂസെറ്റ്സിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം താൽക്കാലികമായി അടച്ചു. സ്ഥിതിഗതികൾ നേരിടാൻ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൾ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചു. വരും ദിവസങ്ങളിലും മഞ്ഞുവീഴ്ച തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. താപനില വൻതോതിൽ താഴുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പലയിടങ്ങളിലും 2 അടിയിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത്. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം കുത്തനെ ഇടിയുന്ന ബോംബ് സൈക്ലോൺ പ്രതിഭാസമാണ് കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മെട്രോപൊളിറ്റൻ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ 2 അടിയിൽ കൂടുതൽ മഞ്ഞുവീഴ്ചയുണ്ടായി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗം പോലും മാറ്റിവെച്ചു. ഉദ്യോഗസ്ഥർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ ആഴ്ച അവസാനത്തോടെ ഈ മേഖലയിലേക്ക് കൂടുതൽ മഞ്ഞ് വീഴാൻ സാധ്യതയുള്ള മറ്റൊരു കൊടുങ്കാറ്റിനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ 19 ഇഞ്ചിലധികം മഞ്ഞ് വീണതായി നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ന്യൂയോർക്കിൽ യാത്രകൾ അസാധ്യമായ സാഹചര്യമാണെന്ന് സംസ്ഥാന ഏജൻസി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.